വന്നില്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായി കർത്താവ് ഞങ്ങളെ അധികാരപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആകയാൽ എന്റെ പകൽവേള സ്തോത്രം. കർത്താവിന്റെ ദാസൻ വരുന്ന സമയം എന്റെ ദൂത് ഇവിടെ അവസാനിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു ആത്മീയമായ പന്തിയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനെ ഓർത്ത് സ്തോത്രം. നാളുകൾക്കില്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് ഇങ്ങനെ വാത്സല്യ ഭവനത്തിലെ ഒരാത്മികമായ കൂട്ടായ്മയുടെ ബന്ധത്തിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയത്. ചില വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ പ്രകാരം ഇങ്ങനെ വരുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സ്തോത്രം ചില വർഷങ്ങളിൽ ഈ ഇടവേളയിൽ അതിനെ കഴിയാതെ പോയി, തിരക്കേറിയ സംഗതികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനെ കഴിയാതെ പോയെങ്കിലും ഇങ്ങനൊരു ദിവസങ്ങൾ കർത്താവ് ഒരുക്കുവാനിടയായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്ക് എടുക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. അതിന്റെ 25-ാമത്തെ വാക്യം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള ആശേര പ്രതിഷ്ഠയിൽ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് വെട്ടിക്കളയുന്ന ആശേര പ്രതിഷ്ഠയുടെ വിറകുകൊണ്ട് ഹോമയാഗം കഴിക്കുക. അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു. തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു. 9-ാമത്തെ വാക്യം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല പകൽവേള ക്രിസ്തുസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അല്പസമയങ്ങളെ ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമുക്ക് കേൾക്കുവാൻ കർത്താവ് ഇന്ന് പകൽവേള നമ്മോട് സംസാരിപ്പാൻ പ്രാർത്ഥനയോടെ ആയിരിക്കാമല്ലോ. ഈ ചരിത്ര പശ്ചാത്തലങ്ങളെല്ലാം ഏവർക്കും അറിയാവുന്ന സംഗതികളാണ്. സ്തോത്രത്തിലേക്ക് ഞാൻ കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 3 വാക്യങ്ങൾ ഇവിടെ വായിപ്പാനിടയായി തീർന്നു. അന്ന് രാത്രി. ആദ്യത്തെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, വിഗ്രഹത്തെ തകർത്ത രാത്രിയാ. രണ്ടാമത്തെ രാത്രി എന്നുള്ളത് പരിശോധനയുടെ രാത്രിയാ. മൂന്നാമത്തെ രാത്രി എന്നുള്ളത് അത് വിജയത്തിന്റെ രാത്രിയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഗിദെയോനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മുന്തിരി ചക്കിൽ ഇരുന്നു കൊണ്ട് ഗോതമ്പമണി നന്നായി മെതിച്ചെടുക്കുന്ന ഒരു യോദ്ധാവായി, അല്ലെങ്കിൽ താന് മിദ്യാനുടെ കയ്യിൽ ഇസ്രായേൽ ജനത്തിന്റെ ഗോതമ്പമണികൾ അകപ്പെട്ടിരുന്ന അവർ ആ വിളവെല്ലാം കൊണ്ടുപോകുന്നതായ കാലത്ത് സ്തോത്രം ഗിദെയോൻ അവിടെ കൈകളിൽ അത് അകപ്പെട്ടു പോകാതിരിക്കാൻ അവരുടെ ധാന്യം അവർ മെതിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദ്രുതഗതിയിലുള്ളതായ ഒരു ദൗത്യം താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂതനോട് ചെന്ന് അവനോട് സംസാരിക്കുന്നു. 13-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ 12 മുതൽ വായിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. വായിച്ചാൽ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നതെന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ ഒരു പരാക്രമശാലിയെ സ്വർഗ്ഗം കാണുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ പരാക്രമശാലിയുടെ പരാക്രമം എന്ന് ചോദിച്ചാൽ അവന്റെ ധാന്യമൊന്നും മിദ്യാന്യരുടെ കയ്യിൽ അകപ്പെട്ടു പോകരുത്. അതാണ് അവന്റെ പരാക്രമം. സ്വർഗ്ഗം നോക്കിയപ്പോൾ ഏതുമായിരിക്കട്ടെ ഇവനെ കൊണ്ട് കൊല്ലാം, ഇസ്രായേൽ ജനത്തെ വിടുവിക്കാമെന്ന് സ്വർഗ്ഗം കാണുവാനിടയായതുകൊണ്ട് അവനിൽ സ്വർഗ്ഗം മുദ്രയിട്ടു. പ്രത്യേക അഭിഷേകം അവന് നൽകുവാനായിട്ടിടയായി. അപ്പോൾ അവന്റെ ദൗത്യം ഈ അനേകരുടെ ഇസ്രായേൽ ജനത്തിന്റെ ധാന്യമെല്ലാം വിളവെടുക്കുന്ന സമയം മിദ്യാനിൽ കൊണ്ടുപോകുന്നു. പോകട്ടെ എന്നവർ ചിന്തിക്കാമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, പോകട്ടെ എന്നുള്ള എളുപ്പ ചിന്തയല്ല അവർ
പലപ്പോഴും ഞാനും നിങ്ങളും ഇങ്ങനെയാ, പ്രാർത്ഥിച്ചിട്ടൊരു മറുപടി ഇല്ലാതിരിക്കുമ്പോൾ ഇനി പോട്ടെ അല്ലേ, ഇനി പോട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളെ പോലുള്ള രഘുദാസന്മാർ പ്രാർത്ഥിച്ചിട്ട് ആത്മാക്കളെ കിട്ടാതിരിക്കുമ്പോൾ ഇനി പോട്ടെ അടുത്ത സ്ഥലം. ഹല്ലേലൂയ. ഇല്ല, ഈ പരാക്രമശാലിയെ സ്വർഗം കാണുവാനിടയായി. എന്താ വിഷയമല്ല എങ്കിലും മുഖവരിയായി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. സ്തോത്രം. എന്നാൽ ഈ പരാക്രമശാലിയെ ദൈവം തെരഞ്ഞെടുത്തു. അവനെ പ്രത്യേകാല ശക്തിയോടെ വായിക്കുന്നു, നീ ഈ ബലത്തോടെ പോക എന്ന് പറഞ്ഞു. അവനെങ്ങനെ പോകുക? ആ വാക്യം 22-ാമത്തെ വാക്യത്തിൽ കടന്നു വന്നാൽ 22-ാമത്തെ വാക്യം. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടു പോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ലെന്ന് അരുളി ചെയ്തു. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ ശലോം എന്ന്. ദൈവത്തെ കണ്ട ദൂതനെ കണ്ട സ്ഥാനത്ത് ഗിദെയോൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ആ യാഗപീഠത്തിന് പേര് അവനിടുന്നുണ്ട്. അവിടെ നാം വായിക്കുമ്പോൾ യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, ശ്രദ്ധിക്കുക. യഹോവ ഗിദെയോനോട് പറയുക, സമാധാനമില്ലാത്ത ഈ സ്ഥാനത്ത് നിനക്ക് സമാധാനം. സ്തോത്രം. ദൈവവൈതലെ ഓർക്കണം, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ദൈവവൈതലോട് ആത്മാവിൽ പറയട്ടെ, നിനക്ക് സമാധാനം. ഇവന്റെ വിയർപ്പിന്റേതായ അധ്വാനങ്ങളൊക്കെയും പരിശ്രമങ്ങളൊക്കെയും നടന്നുകൊണ്ടിരിക്കുകയാ. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ഇതിന്റെ മധ്യത്തിൽ സ്വർഗത്തിന് അവനോട് അരുളുവാനുള്ളത് നിനക്ക് സമാധാനം. ഹല്ലേലൂയ. അവിടെ ഗിദെയോൻ യഹോവയ്ക്ക്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എവിടെ വെച്ച് ദൂതനെ കണ്ടുവോ, ആ ദൈവീയ സാന്നിധ്യം എവിടെ വെച്ച് അനുഭവിച്ചുവോ, സ്തോത്രം, നിനക്കിവിടെ സമാധാനം ഉണ്ടെന്ന് അരുളിയ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അതിനെന്താ പേരെഴുതിയത്? സ്തോത്രം, ശലോം എന്ന് പേരിടുവാനായി ഇടുവഴിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശലോം അല്ലെങ്കിൽ ശാലേം എന്നുള്ള പേരുകൾ ഉണ്ടെങ്കിലും പലപ്പോഴും സമാധാന അന്തരീക്ഷമില്ലാത്ത അവസ്ഥകളാണ്. എന്നാൽ സ്വർഗം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ, അവിടെ നിനക്ക് സമാധാനമുണ്ട്. ഈ പകലുള്ള സ്തോത്രം, ഹല്ലേലൂയ, ഈ ക്രിസ്തുവിൽ നീ സമർപ്പിക്കട്ടെ, ഈ യഹോവയിൽ നീ സമർപ്പിക്കട്ടെ. നീ നിന്റെ കർത്താവിലേക്ക് നീ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കട്ടെ. നീ നിന്നെ തന്നെ സമർപ്പിക്കട്ടെ. അവിടെയാണ് നിനക്ക് സമാധാനം ലഭിക്കുവാനിടയാകുന്നത്. ഒരു ഇടവും നിനക്ക് സമാധാനമില്ലെങ്കിലും, ഒരു സ്ഥലവും നിനക്ക് സമാധാനമില്ലെങ്കിലും, നിനക്ക് സമാധാനം ലഭിക്കുന്ന ഒരു ഇടമാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്നുള്ളത്. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ദേവദാസൻ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. കർത്താവിനെ സൃഷ്ടിപ്പാൻ അവസരം ഞാൻ കൊടുക്കുന്നു. ചില നിമിഷം കൂടെയും. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത ചിന്തകളിലേക്ക് നോന്നാട്ടെ. 21-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. 21-ാമത്തെ, സോറി 25-ാമത്തെ. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്. അന്ന് രാത്രി, മൂന്ന് രാത്രിയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, യഹോവയ്ക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി, സർവശക്തനു വേണ്ടി, അവനോട് ഇടപെട്ടവന് വേണ്ടി, അവനോട് സംസാരിച്ചവന് വേണ്ടി, നിത്യ സമാധാനം കൊടുത്തവനോട് അവന് വേണ്ടി ഒരു യാഗപീഠം പണിതസ്ഥാനം അവിടെ വെച്ച് അന്ന് രാത്രി യഹോവ അവനോട് പറയുക. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി ആരാധന അവൻ സ്തോത്രം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ യാഗപീഠം പണിതപ്പോൾ, അവിടെ യാഗം നടത്തിയപ്പോൾ, അന്ന് രാത്രിയിൽ യഹോവ വീണ്ടും അവനോട് സംസാരിക്കുന്നു. ഗിദെയോനേ, യാഗപീഠം പണിതു എങ്കിലും, ഗിദെയോനേ,
സമാധാനം ഇവിടെ ഉണ്ടെങ്കിലും സ്തോത്രം, ചിലതിനെ പൊളിക്കുവാൻ നിന്നെ ഞാൻ അധികാരപ്പെടുത്തുകയാ. ചിലതിനെ പൊളിക്കുവാൻ ഞാൻ നിന്നെ അധികാരപ്പെടുത്തുകയാ. ഒന്നമേയുണ്ട്, ഈ ബലത്തോട് നീന്തിയിട്ട് പോകാം. സ്തോത്രം. ഒന്ന് വായിച്ചു വിട്ടാണ്. നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ട് ചെന്ന് നിന്റെ അപ്പനുള്ള ബാല്യം ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് അപ്പനുള്ള ബാല്യം ബലിപീഠത്തെ ഇടിച്ച അതിന് അരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. സ്തോത്രം, ബാലിൻ ബലിപീഠ